ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി ടൈൽസ്. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ചിക്കൻ്റെ ബോൺലെസ് പീസ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ പേസ്റ്റും കുറച്ച് ചെറുനാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ചിക്കൻ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഇനി ഒരു പാന് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മളെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾ പാനിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പാനിൽ നിരത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ക്യാപ്സിക്കം ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ റെഡ്, യെല്ലോ, ഗ്രീൻ 3 തരം ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ചുകൂടി മൊസറല്ല ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ജെയ്ത്തൂൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അവസാനമായി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഓവനിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ വരെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രെഡിലാണെങ്കിലും ആ പിസ്സയുടെ ആ കറക്റ്റ് ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു പിസ്സക്ക്. അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.